ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് ലഭിച്ച ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു ചെറിയ യാത്രയെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ യാത്ര ഇടുക്കിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കാണ്. പക്ഷേ ഈ യാത്ര കണക്ട് ചെയ്യുന്നത് നമ്മളുടെ സ്വർഗീയ യാത്രയെക്കുറിച്ചാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോ വ്യക്തിയുടെയും പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവായ യേശുവിൻ്റെ സന്നിധിയിൽ ഈ ഭൂമിയിലെ വാസത്തിന് ശേഷം എത്തിച്ചേരുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ പ്രത്യാശ. എങ്കിലും നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, അതായത് യാത്രയെക്കുറിച്ചാണല്ലോ ഞാൻ പറഞ്ഞു വന്നത്, ഇടുക്കിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര പോകുന്ന ഞാൻ, ഈ യാത്രയിൽ എനിക്ക് പോകുന്ന സമയത്ത് വിശപ്പുണ്ടാകും, ദാഹമുണ്ടാകും, അപ്പോൾ തന്നെ മറ്റ് ആരോഗ്യകരമായ കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിക്കാം. കാരണം ഇത്രയും ദൂരം യാത്ര ചെയ്യണമല്ലോ. അപ്പോൾ എൻ്റെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം, വെള്ളം ഒക്കെ എനിക്ക് ഈ യാത്രയിൽ ആവശ്യമാണ്, അല്ലേ? അതായത് അപ്പോൾ തന്നെ ഞാൻ എത്ര വിശന്നിരുന്നാലും എത്ര ദാഹിച്ചിരുന്നാലും ആര് വന്നതിനോട് ചോദിച്ചാലും ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നൊരു ഉത്തരവുണ്ട്: ഞാൻ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. കാരണം എൻ്റെ ലക്ഷ്യം തിരുവനന്തപുരത്ത് എത്തിച്ചേരുക എന്നാണ്. പക്ഷെ തിരുവനന്തപുരത്ത് ഞാൻ പോകുന്നത് കൊണ്ട് എൻ്റെ ദാഹത്തിനുള്ള അല്ലെങ്കിൽ എൻ്റെ വിശപ്പിനുള്ള കാര്യങ്ങൾ, അതായത് ഭക്ഷണം, വെള്ളം, ഞാൻ എന്ത് ചെയ്യും? പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴോ ഞാനത് വാങ്ങിച്ച് കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യും. കാരണം ഇതെൻ്റെ ശരീരത്തിന് ആവശ്യമാണ്, അല്ലേ? പക്ഷെ വിശന്നിരിക്കുമ്പോഴും ദാഹിച്ചിരിക്കുമ്പോഴും എൻ്റെ ലക്ഷ്യം എന്താണ്? തിരുവനന്തപുരത്ത് എത്തുക എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്റ്റോപ്പൊന്നുമില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അതിയായ വിശപ്പ് എനിക്കുണ്ട്, അതിയായ ദാഹമുണ്ട്. പക്ഷേ ആ യാത്ര എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സന്തോഷിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കാരണം എനിക്ക് ആരോഗ്യ പ്രശ്നം, അമിതമായ വിശക്കുമ്പോൾ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നു. അമിതമായി ദാഹിക്കുമ്പോൾ എന്താ പറയുന്നത്, അത് ശരീരത്തെ അത് ബാധിക്കുന്നു, ക്ഷീണം ഉണ്ടാകുന്നു. അപ്പോൾ ഈ ക്ഷീണത്തോടെ, ഈ വിശപ്പോടുകൂടി ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്രയും ഒരു സന്തോഷത്തോടെ, അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന് ലക്ഷ്യം പോലും ഞാൻ എന്ത് ചെയ്യും? മറന്നുപോയിട്ട് വേറൊരവസ്ഥയിലാണ്. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, എത്രത്തോളം അത് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എത്ര തളർന്നു പോയാലും എത്ര ക്ഷീണിച്ചു പോയാലും എനിക്ക് എത്തിച്ചേരേണ്ടത് തിരുവനന്തപുരമാണ്. അത് ഏത് ക്ഷീണാവസ്ഥയിൽ കിടന്നാലും എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം. അതാണ് എൻ്റെ ലക്ഷ്യമെന്ന് ഞാൻ പറയും. എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മളെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചു. പക്ഷേ ഓരോ ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തിയുടെയും പ്രത്യാശ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നിന്ന് മരിച്ചാൽ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് ദൈവം വിളിക്കുന്ന സമയത്ത് നമ്മൾ ചെല്ലേണ്ടത് നിത്യതയിലും ദൈവത്തിൻ്റെ അടുത്തേക്കുമാണ്. അത് നമ്മുടെ ഉറപ്പാണ്, അത് നമ്മുടെ ധൈര്യമാണ്, അത് നമ്മുടെ ലക്ഷ്യമാണ്. എന്നാൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളിലും സംതൃപ്തനായി ജീവിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ വിദ്യാഭ്യാസം. ഇപ്പോൾ ഞാൻ ആ വെള്ളത്തെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും പറയുന്നത് ഈ ഒരു മേഖലയെ ബന്ധപ്പെടുത്തിയാണ്. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചും, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ സാമ്പത്തിക മേഖല, നമ്മുടെ ആരോഗ്യ മേഖല, ഇതൊക്കെ അഭിവൃദ്ധിപ്പെട്ട് തന്നെ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളിതൊന്നുമില്ലാതെ ഈ പ്രതിസന്ധിയിലൂടെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ എന്താണ് നമ്മുടെ ആ യാത്രയ്ക്കൊരു ലക്ഷ്യമില്ലാത്തതുപോലെ. കാരണം ഈ തിരുവനന്തപുരത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ യാത്ര ഒരു സന്തോഷമല്ല. ആഹാരമില്ലാതിരുന്ന് അല്ലെങ്കിൽ വെള്ളം കുടിക്കാതിരുന്ന് യാത്ര ചെയ്യുമ്പോൾ സന്തോഷകരമല്ലാത്തതുപോലെ ഈ സ്വർഗീയ യാത്രയിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ലഭ്യമായില്ല, അല്ലെങ്കിൽ ആവശ്യമുള്ളത് നമുക്ക് വേണ്ടത് കിട്ടാതെ, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യമില്ലാതെ, സമ്പത്തില്ലാതെ, അല്ലെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസമില്ലാതെ, നമ്മളൊരു ഉറപ്പില്ലാതെ പോകുന്ന യാത്ര ആകുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അതൊരു തെറ്റായ കൺസെപ്റ്റാണ്. പക്ഷേ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, മുമ്പേ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പോലെ, നമ്മളിപ്പം ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ചോദിച്ചാൽ
നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് അത് തന്നെയാണ്, ദൈവരാജ്യത്തിലെത്തുക എന്നുള്ളതാണ്. വെള്ളമില്ലെങ്കിലും ആഹാരത്തിന് തിരുവനന്തപുരത്ത് എത്തുക എന്ന് പറയുന്ന പോലെ നമ്മുടെ ലക്ഷ്യം അത് തന്നെയാണ്. ഇത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇതിനെക്കുറിച്ചുള്ളൊരു കൺഫ്യൂഷനും പല മെസ്സേജുകളും ഒരു കൺഫ്യൂഷനായിട്ട് പലരുടെയും ഉള്ളിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 5000 പേരെ ഭക്ഷണത്തിന് യേശു ഇരുത്തുവിനെന്ന് പറഞ്ഞിട്ട് അവർക്ക് ബാലൻ്റെ കയ്യിൽ നിന്ന് അപ്പവും മീനും നുറുക്കി കൊടുത്ത് വർദ്ധിപ്പിച്ചത് എന്തിനാണ്? അവർ വചനം കേട്ടു. അവർക്ക് ആവശ്യമുള്ള വചനവും ദൈവരാജ്യത്തെക്കുറിച്ചും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ഉള്ളിലുണ്ടായ ഒരു ആശങ്കയെന്ന് പറയുന്നത്, ഇവർ ഈ വചനമൊക്കെ കേട്ടിട്ട് പോയാൽ എന്ത് ചെയ്യും? വഴിയിൽ വെച്ച് വീണ് പോകാതിരിക്കാൻ വേണ്ടിയാണ് അവരുടെ ഹൃദയമറിഞ്ഞ, അവരുടെ വിശപ്പറിഞ്ഞ, അവരുടെ ശരീരത്തിൻ്റെ സ്ഥിതി അറിഞ്ഞ കർത്താവ് അവർക്ക് വേണ്ടി അപ്പം വിഭാഗിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് 12 കൊട്ട നിറച്ചെടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. സോ നമ്മുടെ ആത്മീക ആവശ്യങ്ങളും ഭൗതിക ആവശ്യങ്ങളും കർത്താവ് ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ വചനമെല്ലാം കേട്ട് പോയ 5000 പുരുഷാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലധികം ആളുകൾ ഉണ്ടായിരുന്നു. ഈ വചനം കേട്ടിട്ട് പോയ ആളുകൾ വഴിയിൽ വെച്ച് നശിച്ച് അല്ലാതെ വിശന്ന് വീണ് പോയെങ്കിൽ അപ്പോൾ അവർ ചിന്തിക്കുന്ന കാര്യം, ഈ വചനം അവരുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടൊരു കുറ്റപ്പെടുത്തലുകളും പെറുപെറുപ്പുകളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ ദൈവവചനം കേട്ടിട്ട് പോയിട്ട് അവർ വീണ് പോയല്ലോ എന്നോർത്ത്. അപ്പോൾ അത് മനസ്സിലാക്കിയ കർത്താവ് അവരുടെ ഹൃദയത്തെയും അവരുടെ ശരീരത്തെയും അവരുടെ ആരോഗ്യസ്ഥിതിയെയും എല്ലാം മനസ്സിലാക്കിയ കർത്താവ് അവർക്ക് പോകുന്നതിന് മുമ്പേ വേണ്ടത് വിളമ്പിക്കൊടുക്കുകയാണ്. സോ ഇതുപോലെയാണ് നമ്മുടെ ഈ ഭൂമിയിലും നമ്മൾ ഈ യാത്രയിലായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടത്, നമ്മുടെ ആവശ്യത്തിന് വേണ്ടതെല്ലാം തരാൻ ദൈവം ശക്തനാണ്. അപ്പോൾ തന്നെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് സ്വർഗീയമായ യാത്രയുമാണ്. ഇതിനകത്തൊരു കൺഫ്യൂഷനും പലർക്കും പല കൺഫ്യൂഷനും തെറ്റായ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കപ്പെടും. അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഇടുക്കിയിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ലക്ഷ്യം തിരുവനന്തപുരമാണ്. പക്ഷേ ഈ പോകുന്ന യാത്രയിൽ എൻ്റെ ആവശ്യങ്ങൾ നടത്തേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യത്തിന് വേണ്ടത് ഭക്ഷിക്കേണ്ടതും കുടിക്കേണ്ടതും എൻ്റെ ആവശ്യവും എൻ്റെ ആരോഗ്യത്തിൻ്റെ ആവശ്യവും എന്ന് പറയുന്നത് പോലെ ഈ ഭൂമിയിൽ നമ്മൾ സ്വർഗീയ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടത്, നമ്മുടെ സമ്പത്തിന് വേണ്ടത്, നമ്മുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടത്, നമ്മുടെ സൗന്ദര്യത്തിന് വേണ്ടത്, എല്ലാ മേഖലയിലും വേണ്ടത് നമ്മുടെ അവകാശമാണ്, നമ്മുടെ ആവശ്യമാണ്. അതുപോലെ തന്നെ അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് ഈ സമ്പത്ത്, ആരോഗ്യം എന്ന് പറയുന്നത്. ഇതൊക്കെ ഈ ഭൂമിയിലുള്ളപ്പോൾ, ഇതൊക്കെ നമ്മൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കർത്താവിൻ്റെ സന്നിധിയുമാണ്. സോ ഇതിനകത്തൊരു കൺഫ്യൂഷൻ വേണ്ട. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.